വിജയദശമിയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇച്ചിക്കുട്ടനും ദൈവവും കൂടിയായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ അങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് വീട്ടിലായിട്ടല്ല വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്കൂട്ടറിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലല്ല, അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിച്ചിക്കൂട്ടനെ മുണ്ട കുടിപ്പിച്ചിട്ടാണ് കേട്ടോ പോയാൽ. മുണ്ടയും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ചെല്ലുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വണ്ടി കയറിയിരുന്നാൽ പിന്നെ അവന് അങ്ങനെ സുഖമാകത്തില്ല ചിലപ്പോൾ മുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ചെന്ന് കുറേ അമ്മമാരെ കണ്ടു. അപ്പോൾ വർത്താനം പറയുമ്പോൾ ആൾക്ക് ഭയങ്കര നാളാണ്ട് ഓടി ഒളിക്കായിരുന്നു അവന് വർത്താനം പറയാൻ നേരത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പനി ആയിട്ടോ. എല്ലാം ഫസ്റ്റ് ടൈം അവന് ഭയങ്കര നാണാട്ടോ. ഭയങ്കര നാണവും ഭയങ്കര ചമ്മലുമാണ്. പിന്നെ ആൾ ഓക്കെ ആവും. പിന്നെ അവൻ്റെ മെയിൻ പരിപാടി എന്നെ ബാഗിൽ പിടിക്കൽ തുടങ്ങി. വേറെ ഒന്നിനല്ല, ചില്ലറ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് വന്നു കഴിഞ്ഞാൽ അവന് 2 കൈ നിറച്ചും ചില്ലറ പൈസ വേണം. അപ്പോൾ അതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൊത്തം ഞാൻ കൊടുത്തു. വീട്ടിൽ നിന്ന് അമ്മാമ്മയുടെ ഒന്നും പൈസ വാങ്ങിച്ചോണ്ടാണ് വന്നത്. ഇത് അച്ചാമ്മയുടെ വീതം കിട്ടാൻ വേണ്ടിയിട്ട് ബാഗിൽ പിടിച്ചുകൊണ്ട് വലിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇന്ന് വിജയദശമി ആയതുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അമ്പലത്തിലും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലാണ് ഇച്ചിക്കൊണ്ട് ആദ്യത്തെ എഴുത്തിരിപ്പിച്ചത് ഇവിടെയാണ്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആദ്യ അക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തൊക്കെ കയറി തൊഴുത് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു കേട്ടോ. പഠിപ്പിച്ച കൊച്ചാണ്ടോ എന്നെ അംഗനവാടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓടി വന്നു കേട്ടോ. ഒരാൾ മാത്രമല്ല, വേറെ 2-3 പേരും ഉണ്ടായിരുന്നു. ഓടി വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. കണ്ടപ്പോൾ മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ. അപ്പോൾ ആൾ ഓടി വന്നു, വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പടി കൊച്ചിൻ്റെ അടുത്ത് കുറച്ചൊരു വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ആളങ്ങ് പോയിട്ടോ. പിന്നെ ഇച്ചിക്കൊണ്ട് നമ്മൾ മണലിൽ എഴുതിപ്പിച്ചു കേട്ടോ. അവൻ ആദ്യം എഴുതിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത് കൈ വിടുന്നുണ്ടായിരുന്നില്ല. അവൻ തന്നെ എഴുതണമെന്നാണ് പറഞ്ഞ്. പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ കൈ പിടിപ്പിച്ച് എഴുതാൻ വേണ്ടി ശ്രമിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പറഞ്ഞു, അമ്മു ഞാൻ തന്നെ എഴുതാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ ഉദ്ദേശം വേറെ ഒന്നേ ഉള്ളൂ, എല്ലാം വാരി കളിക്കാം, മണ്ണ് വാരി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വന്നേ പിന്നെ മൊത്തം മണ്ണ് വാരലാണ് കേട്ടോ പരിപാടി. കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ ഞാൻ എഴുതാൻ കണ്ടപ്പോൾ ഞാൻ തന്നെ എഴുതാമോന്നും പറഞ്ഞുകൊണ്ട് ആൾ എഴുതുന്ന കേട്ടോ. എന്തൊക്കെയോ എഴുതുന്നുണ്ട്. ഒരക്ഷരങ്ങളൊക്കെ എഴുതാൻ പറയുമ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നു കേട്ടോ അവിടെ ഇരുന്ന്. പിന്നെ ചിറ്റ എഴുതി ദേവ് എഴുതുന്നുണ്ട്. അപ്പോൾ ദേവോടൊപ്പം ഇരുന്ന് ആളിരുന്ന് എഴുതുന്നുണ്ട് കേട്ടോ. കുറേ സംശയങ്ങളായിരുന്നു കേട്ടോ. എന്തിനാകുമ്പോൾ ഇവിടെ മൊത്തം മണ്ണ് വാരിയിട്ടേക്കണേ, അവിടെയൊക്കെ മണ്ണാണ്, എന്തിനാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടേക്കണേന്നായിരുന്നു ആൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതേ എഴുതി കഴിഞ്ഞു കേട്ടോ. പിന്നെ അച്ചാമ്മ വന്നു കഴിഞ്ഞപ്പോൾ അച്ചാമ്മേനെ എഴുതി കാണിപ്പിക്കുമായിരുന്നു കേട്ടോ. അതേ ഇവിടെ ഞങ്ങളിങ്ങനെ എഴുതിയെന്നൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ അവിടെ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ തൊഴുതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എഴുതിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സമയമായി അമ്പലത്തിൽ നിന്ന്. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ സമയമുണ്ട് കേട്ടോ. അമ്പലത്തിൽ പൂജ എടുക്കുന്നൊക്കെ ദിവസമാണല്ലോ. കുട്ടികളുടെ കുറേ ബുക്കൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അത്യാവശ്യം നല്ല സമയമുണ്ട് കേട്ടോ. പിന്നെ അതേ പ്രസാദമൊക്കെ കിട്ടി. നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ പ്രസാദത്തിൽ മെയിനായിട്ട് വേണ്ടത് പഴമാണ് കേട്ടോ. പിന്നെ പഴമൊക്കെ അയച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ആളുടെ ഷർട്ടൊക്കെ എടുത്തിട്ട് ഒരു മുണ്ടൊന്നും ഉടുപ്പിക്കുന്നില്ല, നമ്മൾ വണ്ടി കയറി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിജയദശമി ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.